എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജസ് ആണ്. നിങ്ങൾക്ക് വേണ്ടി അവരുടെ ആത്മാവിന്റെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ അവർ എന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പറയാനായിട്ട് അവരുടെ ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെ അല്പനേരത്തേക്കൊന്ന് മാറ്റിവെക്കുക. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സന്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് കിട്ടാനായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 6 ഓഫ് വാൻഡ്സ് കിട്ടിയിട്ടുണ്ട്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് വാൻഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് സോഴ്സ് ആണ്. സോ മേ ബി എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഇപ്പോഴുള്ളത്. മേ ബി കുറച്ച് സമയമായിട്ട് നിങ്ങളൊരു സെപ്പറേഷനിലായിരിക്കാം. മേ ബി ഒരു 6 months അല്ലെങ്കിൽ ഒരു 6 weeks എങ്കിലും ആയിട്ടുണ്ടാകാം നിങ്ങളൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ടോക്കിംഗ് ടേംസിലല്ലാതെ മേ ബി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ പോലെയൊക്കെ നിങ്ങളായിട്ട് ഒരു 6 weeks അല്ലെങ്കിൽ ഒരു 6 months അല്ലെങ്കിൽ മേ ബി ഒരു 9 weeks ഒക്കെ ആയിട്ടുണ്ടാവാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഫീലിങ്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ നിങ്ങൾ തമ്മിലുണ്ട്. പക്ഷേ ചിലരുടെ ഫോൾസ് ഈഗോ, മേ ബി നിങ്ങളുടെ ചിലരുടെ പേഴ്സൺസ് ഒരു ഫോൾസ് ഈഗോ ഇപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോൾസ് ഈഗോ ഇവർക്കുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് അതൊരിക്കലും അവർ ആ ഒരു ഫീലിംഗ് ഉണ്ട്, നിങ്ങളോട് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, ആ ഒരു ഇമോഷൻ ഉണ്ട് എന്ന് സമ്മതിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ അതവർ അംഗീകരിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് പ്രകടിപ്പിക്കാനൊക്കെ അല്പം മടി കാണിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നത് എന്നാണ് കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മേ ബി നിങ്ങളിൽ ചിലരൊക്കെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകാം ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ മേ ബി ഈ വ്യക്തിക്ക് അങ്ങനെ തോന്നുന്നുണ്ടാകാം നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരില്ലാതെയും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പിയാണ്, ഇവരെ ഒട്ടും തന്നെ നിങ്ങൾ കെയർ ചെയ്യുന്നില്ല, ഇവരില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ചിലപ്പോൾ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ടാകാം. അതേപോലെ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നത് കുറച്ചു പേർക്കെങ്കിലും ഒരു ഫാമിലി ഇൻവോൾവ്മെന്റ് ഇവിടെ കാണുന്നുണ്ട്. മേ ബി ഒരു ഫാമിലിയുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നും എന്തെങ്കിലും എതിർപ്പുകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ എനിക്ക് തോന്നുന്നു ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലീജിയസ് സെറിമണി ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു പിക്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾ ഫോണിൽ ഇട്ടിട്ടുണ്ടാകാം, നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. സോ ഈ പേഴ്സൺ അതൊക്കെ കാണുന്ന സമയത്ത് ഈ പേഴ്സൺ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഒട്ടും തന്നെ ഒരു ഈ പേഴ്സൺ പോയതിൽ അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നതിലൊന്നും നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈ പേഴ്സണ് ചിലപ്പോഴെങ്കിലും ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ ഒട്ടും അംഗീകരിക്കാൻ സാധിക്കില്ല, നിങ്ങൾ ഈ പേഴ്സണെ വിട്ടു മാറി നിൽക്കുമ്പോൾ ഹാപ്പിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇല്ലാതെയും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമോ, അങ്ങനെയൊക്കെ ഒരു ഭയവും അങ്ങനെയൊക്കെ ഒരു ടെൻഷനും ഉണ്ട് ഈ പേഴ്സണ്. പക്ഷെ പുറമേ ചിലപ്പോൾ ഈ പേഴ്സൺ അത് പ്രകടിപ്പിക്കുന്നുണ്ടാകില്ല, അല്ലെങ്കിൽ അതൊരു പ്രകടിപ്പിക്കുന്നത് ഒരു ആ പേഴ്സന്റെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്നത് പോലെയാണ് ആ പേഴ്സണ് തോന്നുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഈ പേഴ്സൺ ഒരുപാട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാകാം, നിങ്ങളുടെ ലൈഫിലെ അപ്ഡേറ്റ്സ് ഒക്കെ ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ ചിലരുടെ പേഴ്സൺ ഒക്കെ നിങ്ങളുമായിട്ട് എങ്ങനെയെങ്കിലും കോണ്ടാക്റ്റിൽ എത്തണം, അതിനുള്ള ആ ഒരു ശ്രമമൊക്കെ ഈ ഒരു സമയത്ത് നടത്തുന്നുണ്ട്. കാരണം ഇത്രയും ഒരു ടൈമായിട്ട് ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു റിയലൈസേഷൻ ഒക്കെ ഈ അടുത്ത കാലത്താണ് അവർ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ചിലപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. മേ ബി ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു യൂണിയന് എതിർത്ത് നിൽക്കുന്നുണ്ടാകാം. അത് ചിലപ്പോൾ ചിലരുടെ കാര്യത്തിൽ നിങ്ങളുടെ തന്നെ തോട്ട്സ് ആകാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. മേ ബി അങ്ങനെ പറയാൻ കാരണം ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്ത് പോയ ഒരാളായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു വാക്കുകൾ കൊണ്ടോ ചിലപ്പോൾ എന്തെങ്കിലും
പ്രവൃത്തികൾ കൊണ്ടോ ഈ വ്യക്തി നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം. സോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടിയും അങ്ങനെ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് ഈ വ്യക്തിയുടെ കം ബാക്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോൾ യൂണിയനെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സോളിനെ എത്തിപ്പിടിക്കാൻ ഈ വ്യക്തിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ടെലിപ്പത്തിക് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ഒന്നും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു ബ്ലോക്കേജസ് ആണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, തീർച്ചയായും എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ, നിങ്ങൾ തമ്മിലുള്ളതെങ്കിൽ, തീർച്ചയായും നിങ്ങൾ ഈ വ്യക്തിയെ യൂണിയൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് തീർച്ചയായും ക്ഷമിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഒരു ഹീൽഡ് ആകാതെ നിങ്ങൾക്ക് വളരെ വിഷമം തോന്നി ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ ഒരുപാട് വിഷമം വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു ബ്ലോക്കേജസ് ആയിട്ട് മാറും. ഒരിക്കലും അത് ആ ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ആകാതെ ഇരിക്കാം. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഈ വ്യക്തിയുമായിട്ട് റീയൂണിയൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും ആ ഒരു കാര്യം, പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുക. പാസ്റ്റിലെ നിങ്ങൾ ഹേർട്ടഡ് ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസും, എല്ലാ ഫീലിങ്സും, എല്ലാ നെഗറ്റിവിറ്റീസും നിങ്ങൾ റിമൂവ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ നിന്നും നിങ്ങളുടെ തോട്ട്സിൽ നിന്നും ഒക്കെ നിങ്ങൾ റിമൂവ് ചെയ്യുക. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയോട് കൂടി വളരെ വെൽക്കമിങ് ആയിട്ട് നിങ്ങളുടെ സോളിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിർത്തുക. എങ്കിൽ മാത്രമേ ഈ പേഴ്സൻ്റെ ഉള്ളിലും ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ആവുകയുള്ളൂ. ആ പേഴ്സൺ വളരെ വേഗത്തിൽ ഹീൽഡ് ആയിട്ട് വിത്ത് നൈറ്റ് ഓഫ് സോൾസ് തീർച്ചയായും ആ ഒരു ബ്ലോക്കേജസ് ഒക്കെ മാറ്റിക്കൊണ്ട് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് എത്തണമെന്ന് ആ ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്കേജസ് കാരണം അത് ചിലപ്പോൾ തടഞ്ഞു നിൽക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നേക്കാം. സോ തീർച്ചയായും നിങ്ങൾ വളരെ വെൽക്കമിങ് ആയിട്ടിരിക്കുക, വളരെ പോസിറ്റീവായിട്ട്, വളരെ പോസിറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടി ഈ പേഴ്സൺ ചെയ്തു പോയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതൊക്കെയും നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഈ പേഴ്സന്റെ ആ ഒരു കം ബാക്കിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, സോ തീർച്ചയായും ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. ഈ പേഴ്സന്റെ മനസ്സിലും ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ടായിരുന്നു, അതെല്ലാം മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. സോ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയും ആ ഒരു മാനിഫെസ്റ്റേഷൻ പവറും ഒക്കെ ഈ വ്യക്തിയെ അതിൽ നിന്നുമൊക്കെ ആ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഒക്കെ മാറി വളരെ പെട്ടെന്ന് ഹീൽഡ് ആവാനായിട്ട് സഹായിക്കും. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ റീഡിംഗ് കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതേപോലെ തന്നെ മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, സോ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹരേ കൃഷ്ണ.